ഇതാണ് നമ്മളെ ചെറിയവാവ കുണ്ടൂര്. ചെറിയവാവ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നിങ്ങളോട് ദുആർക്കാൻ പറഞ്ഞു. അല്ല എല്ലാവരും മുറാദുകളും ഏശലക്കും നമ്മൾ നല്ലോലെ മുറുക്കി പിടിച്ചാൽ മതി. ഹക്കായ റൂട്ടിൽ കൃത്രിമക്കാരെ പിടിച്ചിട്ട്. കാരണം ഈ വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞ ആളെ പറ്റി ഈക്കാണ് മക്കാമിന് കല്ലിട്ടത്. ആ കല്ലിട്ട സമയത്ത് അന്ന് നമ്മളത്തെ കുറച്ച് ആൾക്കാരെ അതിന് എതിർത്തപ്പോൾ ഏപ്പിസാ നൂറുലൂതിന്ന് ഉവൈസുൽക്കാരൻ്റെ ചരിത്രം പറഞ്ഞിട്ട് തെളിവ് സഹിതം പറഞ്ഞു. ഒരു പൂനൂര് ഭാഗത്ത് പള്ളി പൂട്ടിയിട്ട് എന്തോ ത്വരീകത്തെ രമ്മലാഞ്ഞിട്ട് പള്ളി പൂട്ടിയിട്ട് ചീട്ടുകളി തുടങ്ങിയപ്പോൾ അതിലൊരു സാധു മനുഷ്യൻ പാപ്പാനോട് വന്ന് പറഞ്ഞു. പാപ്പ എല്ലാവരോടും പറയും പായി പോയിരിക്കും കോയാക്കാന്ന്. പാപ്പാന്റെ പേര് കുഞ്ഞു മുഹമ്മദാണ്. കോയാക്കാന്ന് പെരുന്നോലെ കുടിച്ചല ചായയും പൊറാട്ടി കൊടുത്തു കൊടുക്കും. പെരുന്നോലോടൊക്കെ പോകാൻ ഇയാൾക്ക് ഈ പള്ളി പൂട്ടിയിട്ട് പറയാൻ വന്ന ആൾക്ക് സമ്മതം കൊടുക്കുന്നില്ല. പാതിര പേരെ മൂപ്പരവിടെ എത്തി. പാതിരക്ക് ഇരുമ്പിന്റെ പടി എടുത്തിട്ട് പോയി നായിൻ്റെ മക്കളെ എന്നറിയാണ്ട് പീഡിയൻ്റെ മുകളിലടിച്ച്. അത് വലിയ അത്ഭുതം. ഏപ്പിസ്ഥാദ് തെളിവ് സഹിതം പറഞ്ഞ് ഒരു മുസ്ലിം പോലീസുകാരൻ പറഞ്ഞാണ് ഏപ്പിസ്ഥാനോട് പള്ളിൻ്റെ ചീട്ട് കളിച്ചിട്ടോടുന്ന ഒന്നും തൊച്ചേട്ടൻ വന്ന് ആളെ കാണാനില്ല. പിന്നെയും വന്നപ്പോൾ മൂന്നാമത്തെ ഇരുമ്പിൻ്റെ പടിയോട് നായിൻ്റെ മക്കളെ അടിയാണ് വേണ്ടത്. അപ്പം അത്ര പൗരുള്ള ആളാണ്. അതുമാതിരി മക്കത്ത് തീ പിടിച്ചപ്പോൾ വെള്ളം വെച്ച്. അപ്പം അത്ര കൈ കോയപ്പാപ്പാൻ്റെ ദർജ വലിയ ദർജ. അപ്പം ഏപ്പിസ്ഥാദ് തെളിവ് സഹിതം പറയാം. മുസ്ലിം പോലീസുകാരും പറഞ്ഞ് തെളിവ് സഹിതം പറഞ്ഞത്. അത് കണ്ട ആൾ പറഞ്ഞ് അടിച്ചപ്പോൾ തീപ്പോരി പാറ് തന്നെയാണ്. അപ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കിയപ്പോൾ കുണ്ടുസ്താദ് ഇരുന്ന് കേട്ട്. അപ്പോൾ അങ്ങനത്തെ പോലെ നല്ല പുറത്ത് പക്ഷെ അവരെ എടുത്ത് നിസ്കരിച്ചാൽ അവരെ നിസ്കാരം എന്ന് പറഞ്ഞ് കുൽത്ത അംബിയ അമ്രുല്ലാഹി ദൂനമിറ ഇൻ കുൽത്ത കുഞ്ഞ കുനിൽ മഖ്സൂദ് മുത്തമറ ലം ഖത്തു അൽഫദു ബിശൈഇൻ ഗൈറ അൻ അമറ ഇയായ മൻഖദ് ദഅനി മുയ്യൻ. അവർ ആ കെടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ തലയും മുണ്ടിടും. അപ്പോൾ അവർ മക്കത്ത് പോയി നിൽക്കേച്ചേരാൻ അവർ നിസ്കാരം കാണാൻ കണ്ണും ഞാൻ നമുക്ക് കൈ പറയാൻ പറ്റുള്ളൂ. അവർ നിസ്കരിച്ചിട്ട് ഞാൻ പറയാൻ പറ്റൂല. അത് കണ്ടിട്ടാണ് കൃത്രിമത്തൊരീക്കത്തേര് അവരെ ലേവളിൽ അവിടെ കളിച്ചാൽ നിൽക്കണ്ട. അവരെ നമ്മൾ കണക്കെടുക്കൂല. ലോലും മുതലാണ്. അത് ലോലും മുതലാണ്. അപ്പൊ കോയപ്പാപ്പാന്റെ ദർജ അവർക്ക് മനസ്സിലാക്കാം. അത് ഇത് എന്താ അടിസ്ഥാനം? പിന്നെ രണ്ട് വാക്ക് പറയാനുള്ളത്, പിന്നെ രണ്ട് വർത്താനം പറയാനുള്ളത്. ഇന്ന് കുറച്ച് 4 ദിക്റല്ലി 4 സിയാറത്തിനും പോയാലും അവർ ദീനിൻ്റെ വിധികളെ അവർ തള്ളിക്കളയില്ല. അത് പ്രത്യേകിച്ച് അത് മുത്തുനബീൻ്റെ ദീൻ വിട്ട് കളിച്ച ഒരൗലില്ല. എല്ലാ ഔലിയ മുത്തുനബീൻ്റെ ചെറിയ സുന്നത്ത് കൂടി നമ്മൾ വലുതായി കാണണം. അതിന് നിസാരാക്കുന്നതിന് റസൂലുള്ളാഹി മനസ്സിലാക്കി ഔലിയാക്കന്മാർ മനസ്സിലാക്കി. അത് പ്രത്യേകിച്ച് ഉറപ്പറപ്പിങ്ങളെ ചിന്തിക്കണം. ചെറിയാനും ഒരു മൂതരയുടെ സുന്നത്ത് കുറേ മൂതരയിടലോ മീശിക്ക് അവരെ നിറഞ്ഞ ദുന്യാവിൻ്റെ ലോകമല്ല അവരിത് കണ്ടാണ് നമ്മൾ മ്യൂസിക് നിഫാക്ക് ഉണ്ടാക്കുന്ന നമ്മൾ പഠിച്ചു. മ്യൂസിക്കുള്ള പാട്ട് ഉപയോഗിച്ചാൽ മ്യൂസിക്കുള്ള ഇത് നടത്തുക ഇതൊന്നും നമുക്ക് യോജിച്ച കാര്യമല്ല. നമുക്ക് മുത്തുനബീൻ്റെ വിധിനെ മറികടക്കാൻ ഒരാർക്കും അധികം എത്ര ദർജെത്തിയാലും അധികാരമില്ല. കാരണം അത് നിസാരാക്കുന്നവന് യഥാർത്ഥ റൂട്ടിൽ എത്തിയിരിക്കാന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അള്ളാഹു തആല മുത്തുനബിൻ്റെ ശഫാഅത്ത് കിട്ടട്ടെ. മുത്തുനബിൻ്റെ മാർഗം പിന്തുടരാൻ നമുക്ക് തോന്നിയോ. മുത്തുനബിൻ്റെ മഹബത്തൊക്കെ ഭാഗ്യം. അതുകൊണ്ട് നമുക്ക് രക്ഷയുള്ളൂ. മഹാന്മാരൊക്കെ അങ്ങനെ വിജയിച്ചോലാണ്. റസൂലുള്ളാഹി തങ്ങൾ സ്വർണത്തിനും വെള്ളിൻ്റെയും പാത്രത്തിൽ ഇബ്ലീസ് അത് നിങ്ങൾക്ക് ജായിസ പറ്റൂല, എൻ്റെ പാപ്പാക്ക് അനുവദിച്ചിട്ടില്ല പോന്നാണ് ആട്ടി ചെയ്താൻ. അപ്പോൾ ദീൻ്റെ വിധിനെ റസൂലുള്ളാഹി തങ്ങൾ വരെ ദീൻ്റെ വിധിക്ക് മറികടന്നിട്ടില്ല. അപ്പം നമ്മൾ എത്ര ദർജെത്തിയാലും റസൂലുള്ളാഹിൻ്റെ ഒരു വിധിന് താത്തിക്കെട്ട ആർക്കും അധികാരമില്ല. അത് താത്തി പറയാനും പറ്റും. ചെയ്തിയില്ലെങ്കിൽ കൂലിട്ടില്ല എന്നുള്ളൂ. അതിന് നിസാരാക്കി കഴിഞ്ഞാൽ ദീനിന്ന് പുറത്താവും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മഹാന്മാരെ സഹായമില്ല നമുക്ക് രക്ഷപ്പെടില്ല. നമ്മളെ അമലോണ്ട് നമ്മൾ കഴിച്ചില്ലാവെന്ന് വിചാരിച്ചിട്ടുണ്ട്. മഹാന്മാരെ മഹബത്ത് വെച്ചുകൊണ്ടും അവരെ മനസ്സറിഞ്ഞ് പറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളെ ആവശ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.